യുവാക്കൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ആദ്യം സ്റ്റോപ്പ് ചെയ്യേണ്ടത് അവരുമായുള്ള ബന്ധത്തെയാണ്. ആരും നടക്കാൻ ആഗ്രഹിക്കാത്ത വഴിയിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. മറ്റുള്ളവർക്ക് അത്ഭുതം ജനിപ്പിക്കുന്ന ധാരാളം മനുഷ്യർ നമ്മുടെ ഭൂമിയിൽ തന്നെയുണ്ട്. അങ്ങനെയുള്ള ചിലരുടെ കഥയാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. എല്ലാവർക്കും ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എന്തു തന്നെ ചെയ്താലും അത് ഒരിക്കലും നടക്കില്ല, നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയാൻ ഈ മനുഷ്യരിൽ ധാരാളം പേരുണ്ടാകും. എന്നാൽ നമ്മെ കൊണ്ട് കഴിയും, നമ്മെ കൊണ്ട് മാത്രമേ അത് കഴിയൂ എന്ന് പറയുന്ന ഒന്നോ രണ്ടോ പേർ മാത്രമേ ഉണ്ടാകൂ. ഞാൻ ഇത്തരം കാര്യങ്ങൾ ചില കാര്യകാരണങ്ങളോടെയാണ് വിവരിക്കുന്നത്. നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുവാനായി ആലോചിക്കുന്നു. അത് നിങ്ങളുടെ അടുത്ത സുഹൃത്തിനോട് പറയുകയാണ്. എന്നാൽ അവൻ പറയുന്നു, നിനക്ക് ബിസിനസിനോട് യാതൊരു അറിവുമില്ല, നിനക്ക് അറിയാത്തൊരു മേഖലയാണ് ബിസിനസ്, നീ അതിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് 100 തവണയെങ്കിലും ആലോചിക്കണം, നിനക്ക് അടുത്ത് പരിചയമുള്ളവരോടും ചോദിക്കണം. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നിനക്ക് ബിസിനസ് ഒന്നും പറ്റിയതല്ല. നമ്മുടെ ബന്ധുക്കളോട് ചോദിച്ചാലും അടുത്ത ആൾക്കാരോട് ചോദിച്ചാലും എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, നിനക്ക് ബിസിനസ് പറ്റിയതല്ല, നീ മറ്റെന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കുന്നതാണ് നല്ലത്. കാരണം അവർ അവരുടെ സ്കെയിൽ കൊണ്ട് നമ്മെ അളന്നത് കൊണ്ടാണ് അവർ ഇങ്ങനെ സംസാരിക്കുന്നത്. കോടികൾ ടേൺ ഓവറുള്ള ഒരു കമ്പനിയിൽ ജോലിക്കുള്ള ഇന്റർവ്യൂവിനായി നമ്മൾ പോകുകയാണ്. നമുക്ക് ചുറ്റുമുള്ളവർ പറഞ്ഞേക്കാം, നിനക്കൊരിക്കലും പറ്റാത്ത കാര്യം തന്നെയാണ്, നീ എന്തിനാണ് ആ ജോലിക്ക് പോകുന്നത്, നിനക്ക് പറ്റുന്നത് ചെയ്താൽ പോരെ. അതിലൊരു പഴഞ്ചൊല്ലും അവർ പറയും, കൊക്കിനൊതുങ്ങുന്നതേ കൊത്താവൂ. നമ്മളൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണെന്ന് നിങ്ങൾ കരുതിക്കോളൂ. ഉയർന്ന ഒരു കുടുംബത്തിൽ നിന്നും, സാമ്പത്തികമായി ഉയർന്ന കുടുംബത്തിൽ നിന്നും നമുക്കൊരു വിവാഹാലോചന വരികയാണ്. അപ്പോഴും നമുക്ക് ചുറ്റുമുള്ളവർ പറയും, നിനക്ക് ആഗ്രഹിക്കാൻ കഴിയാത്തൊരു ബന്ധമാണ്, എന്തിനാണ് ആ ഒരു കുടുംബത്തിലേക്ക് നീ കയറുന്നത്, അതുകൊണ്ട് ഈ വിവാഹാലോചന ഇവിടെ സ്റ്റോപ്പ് ചെയ്യൂ. ഇങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ ആദ്യം സ്റ്റോപ്പ് ചെയ്യേണ്ടത് അവരുമായുള്ള സൗഹൃദത്തെയാണ്. യുവാക്കൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നല്ലൊരു കുടുംബത്തിലെ, സാമ്പത്തികമായി ഉയർന്ന കുടുംബത്തിലെ എന്നാണ് നല്ല കുടുംബം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ സ്വാഭാവികമായി പറയുകയാണെങ്കിൽ നല്ല സ്വഭാവമുള്ള സാധാരണ കുടുംബവും ഉണ്ടാകും. ചിലപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാരും പറഞ്ഞേക്കാം, ഞങ്ങൾ ഉയർന്ന കുടുംബമാണ് സാമ്പത്തികമായി, നിങ്ങൾ താഴ്ന്ന കുടുംബമാണ് അതും സാമ്പത്തികമായി തന്നെയാണ്, നമ്മൾ രണ്ട് കുടുംബവും തമ്മിൽ യാതൊരു ചേർച്ചയുമില്ല, അതുകൊണ്ട് എന്റെ മകളുമായുള്ള ബന്ധം നിങ്ങൾ ഇവിടെ അവസാനിപ്പിക്കണം, അതാണ് നിനക്ക് നല്ലത്. അങ്ങനെ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നത് പോലെ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ, ഒരു ഒറ്റ മകൾ ഉള്ളത് കൊണ്ടാകാം ഇങ്ങനെ പറഞ്ഞിട്ട് പോയത്, അവരെയും കുറ്റം പറയാനാകില്ല. അവരുടെ മരുമകനായി വരുന്ന ആൾ സാമ്പത്തികമായി നല്ല ഉയർച്ചയിൽ നിൽക്കണമെന്ന് അവരും ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? പെൺകുട്ടിയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ട് വരികയല്ല ചെയ്യേണ്ടത്. നിങ്ങളും അതേ ലെവലിൽ നല്ല ഉയർച്ചയിലേക്ക് എത്തുവാനുള്ള പടികൾ ഓരോന്നായി കയറിക്കൊണ്ടേയിരിക്കണം. അതിന് വേണ്ടത് പ്ലാനിങ് ആണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുവാനുള്ള കാരണം എന്റെ ഒരു സുഹൃത്തിന്റെ വാക്കുകളാണ്. അവൻ ഒരു പെൺകുട്ടിയുമായി അഗാധമായ പ്രണയത്തിലായി. ആ പെൺകുട്ടിയുടെ സഹോദരനും പെൺകുട്ടിയുടെ അമ്മയ്ക്കും ആ ബന്ധത്തിൽ യാതൊരു താല്പര്യവുമില്ല. അവർ നിരന്തരമായി ചിരിച്ചുകൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഭീഷണിയാണെങ്കിലും അല്ല എന്ന ലെവലിൽ. ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഇതിനെന്തെങ്കിലും വഴിയുണ്ടോ, ഞാൻ ആ പെൺകുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് വരട്ടെ, ഞാൻ ആ പെൺകുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് വിവാഹം ചെയ്യട്ടെ എന്നാണ്. ഞാൻ അവനോട് പറഞ്ഞത്, ഒരിക്കലും നീ അങ്ങനെ ചെയ്യരുത്, അതൊരു കുടുംബത്തെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. ആ അമ്മയും ചേട്ടനും ഒരിക്കലും ഒരു വില്ലൻ കഥാപാത്രങ്ങളല്ല. അവർ അവരുടെ സഹോദരിക്കും മകൾക്കും വേണ്ടി സംസാരിക്കുന്നത് ഒരു നല്ല വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ്. പക്ഷെ നീ ചെയ്യേണ്ടത് അവർ പ്രതീക്ഷിക്കുന്ന ലെവലിലേക്ക് നീ ഉയർന്നു വരികയാണ് ചെയ്യേണ്ടത്.